അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ബി അപ്പോൺ യു. അപ്പോൾ ഇന്ന് നമ്മൾ എ വൈറ്റ് ഹെറോൺ എന്ന് പറയുന്ന സാറ ഓൺ ജെറ്റ് എഴുതിയിട്ടുള്ള ചാപ്റ്ററിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് സിൽവിയാസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കൗ. അപ്പോൾ സിൽവിയയുടെ കവുമായിട്ടുള്ള ആ ഒരു ബന്ധം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ, ഇൻ ദ സ്റ്റോറി ദ വൈറ്റ് ഹെറോൺ, author Sarah Onjet uses symbolism to convey a story of enlightenment by using the cow to symbolize material existence, the tree to symbolize the journey to enlightenment, and the white heron to symbolize spirituality and enlightenment. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഓതർ സാറ ഓൺ ജെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് പ്രതീകാത്മകതയാണ്. അതൊരു പ്രതീകം വെച്ചിട്ട് ഒരു കൺസെപ്റ്റ്, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഐഡിയ കൊണ്ടുവരിക അല്ലേ, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ കൗവിനെ സിംബലൈസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ആണ്, അതായത് ഭൗതികമായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പ്. പിന്നെ ട്രീ ആണ് വരുന്നത്. ട്രീ വരുന്നത് നമ്മളെ ആ ഒരു ജ്ഞാനോദയം ഉണ്ടാവില്ലേ, ഒരു എൻലൈറ്റ്മെൻറ്റ്, അതിലേക്കുള്ള യാത്രയായിട്ട്. അതുപോലെ വൈറ്റ് ഹെറോണിനെ സിംബലൈസ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് എൻലൈറ്റ്മെൻറ്റ്, ആത്മീയതയും അതുപോലെ ജ്ഞാനോദയം കൂടിയിട്ടാണ് വൈറ്റ് ഹെറോൺ എന്ന് പറയുന്ന ആ ഒരു ബേർഡിൻ്റെ പേര്, ബേർഡ് സിംബലൈസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ദർ ഈസ് ദ കൗ നെയിംഡ് മിസ്ട്രസ് മൂലി who plays hide and seek with Sylvia and is her valued companion. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്നത് ആരെയാണ്? കൗവാണ്. ആ കൗവിൻ്റെ പേരെന്താണ്? മിസ്ട്രസ് മൂലി. അവൾ സിൽവിയനായിട്ട് ഒളിച്ചുകളിയൊക്കെ കളിക്കാറുണ്ട്. അതാണ് സിൽവിയയുടെ വാല്യൂഡ് കമ്പാനിയൻ, ഏറ്റവും വില മതിക്കുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ആരാണ്? മിസ്ട്രസ് മൂളിയാണ്. ആൾദോ മിസ്ട്രസ് മൂളി ഈസ് മിസ്ചീവസ് ആൻഡ് സ്ലോ, ഷീ ഈസ് സിൽവിയാസ് ബിലോവ്ഡ് കമ്പാനിയൻ. അപ്പോൾ പാഠത്തിൻ്റെ ആദ്യത്തിൽ നമുക്ക് കാണാം മിസ്ട്രസ് മൂളി എങ്ങനെയാണ്, ഇച്ചിരി കുറുമ്പുള്ള കൂട്ടത്തിലാണ് അല്ലേ. അതുപോലെ വളരെ പതുക്കനെ നടക്കണ ഒരു സ്വഭാവമുള്ള ഒരു പശുവാണ്. എന്നിരുന്നാലും സിൽവിയയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ആര്? നമ്മുടെ പശു. ദ ഓതർ ഡിഫൈൻസ് Sylvia's relationship with nature as the most important part of this story by immediately introducing the relationship between Sylvia and the cow. അപ്പോൾ നമുക്കറിയാം സിൽവിയ എന്നുള്ള ക്യാരക്ടറിനെ പ്രകൃതിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ ഒരു കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് സാറ ഓൺജെറ്റ് ആദ്യത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്താണ്? ഈ സിൽവിയയും പശുവും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ്. ജുവറ്റ് ഫസ്റ്റ് ഷോ സിൽവിയ പേഴ്സണാലിറ്റി ബൈ ദ വേ ഷീ ഇൻട്രാക്ട് വിത്ത് വിത്ത് ഹർ കൗ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് സിൽവിയയുടെ ആ ഒരു പേഴ്സണാലിറ്റി മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കൗവിനായിട്ടുള്ള സിൽവിയയുടെ ഇൻട്രാക്ഷൻ വഴിയാണ്. ഈ കവിനായിട്ട് എങ്ങനെയാണ് സിൽവിയ സംബോധനം ചെയ്യുന്നത് എന്ന രീതിക്കാണ് നമ്മൾ ആ ഒരു സിൽവിയയുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. സിൽവിയ ഹാഡ് ഓൺലി ലാഫ്ഡ് വെൻ ഷീ കെയിം upon Mistress Molly at the swamp side and urged her affectionately homeward with a twig of birch. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ നമ്മൾ സിൽവിയനെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ചിരിച്ച് കാണുന്നുള്ളൂ. അതെപ്പോഴാണ്? മിസ്ട്രസ് മൂളി സ്വാം സൈഡിക്ക്, അതായത് ചതുപ്പ് നിലയുണ്ടല്ലോ, അതുപോലത്തെ സ്ഥലത്തേക്ക് പോയിട്ട് കുറുമ്പ് കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പൂവരിഷിൻ്റെ, ബർച്ച് മീൻസ് പൂവരിഷിൻ്റെ ഒരു കമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ സിൽവിയ മര്യാദക്ക് വീട്ടിലേക്ക് നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ കവിനെങ്ങനെ തിരക്ക് കൂട്ടാറുണ്ട്. പശുള്ളവർക്ക് ഈ ഒരു കാഴ്ച പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. വീട്ടിൽ പശുവിനൊക്കെ വളർത്തിയിട്ട് ശീലമുള്ളവർക്ക് മനസ്സിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. Sylvia, however, is the only one who gets a true sense of all that is going on, while the cow and her grandmother, who can't distinguish an enemy from a friend to be able to save themselves. അപ്പോൾ ഇതിലത്തെ സിൽവിയ എന്നുള്ള ക്യാരക്ടറിനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളാണ് അതിലാകെ കൂടിയിട്ട് വിവേചന ബുദ്ധി, സെൻസ് ഉള്ള, അതായത് മനുഷ്യന്മാർക്കുള്ള ഒരു ക്വാളിറ്റിയാണ് അല്ലേ വിവേചന ബുദ്ധി. ആ ഒരു വിവേചന ബുദ്ധിയുള്ള ഒരേ ഒരാൾ സിൽവിയ ആയിട്ടാണ്. പക്ഷെ കവും അതുപോലെ ഗ്രാൻഡ്മക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല ഏതാണ് ശത്രു ഏതാണ് മിത്രം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ബന്ധു ആര് ശത്രു ആര് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ വിവേചന ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില മനുഷ്യന്മാർക്ക് അത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാറില്ല അല്ലേ. അതേപോലെ സിൽവിയയുടെ ഈ ഒരു സ്റ്റോറിയിൽ സിൽവിയക്കാണ് അത് മനസ്സിലാവുന്നത് ആരാണ് യഥാർത്ഥ ശത്രു എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ക്യാരക്ടർ ഓഫ് സിൽവിയ ഇൻ എ വൈറ്റ് ഹെറോൺ. അപ്പോൾ സിൽവിയ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ കീറി മുറിച്ച് അറിയാൻ പോവാണ് വൈറ്റ് ഹെറോൺ എന്നുള്ള കഥയിൽ. അപ്പോൾ സിൽവിയ എ 9-year-old ഗേൾ ആൻഡ് ദ പ്രൊട്ടഗോണിസ്റ്റ്. അപ്പോൾ സിൽവിയ എന്നുള്ളത് ആരാണ്? ഒരു 9 വയസ്സുകാരി പെൺകുട്ടിയാണ് അല്ലേ. അവൾ ഈ കഥയിലെ പ്രൊട്ടഗോണിസ്റ്റാണ്. പ്രൊട്ടഗോണിസ്റ്റ് മീൻസ് ദ മെയിൻ ക്യാരക്ടർ അല്ലേ. സിൽവിയ ലവ്സ് ടു സ്പെൻഡ് ടൈം ഔട്ട്സൈഡ് ഒബ്സർവിങ് nature after spending most of her life living in a city, and she has developed a strong connection to her surroundings. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ സിൽവിയ. അവളുടെ സമയം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ടും അതുപോലെ അവളുടെ ലൈഫിൻ്റെ മിക്ക ഭാഗങ്ങളും അവൾ ജീവിച്ചിട്ടുള്ള സിറ്റിയിലാണ് അല്ലേ. എന്നിരുന്നാലും ഇപ്പോൾ അവൾക്ക് അവളുടെ സറൗണ്ടിങ്സിനായിട്ട് ഈ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഈ ഒരു കൺട്രി സൈഡിലെ സറൗണ്ടിങ്ങിനായിട്ട് അവൾ എന്ത് ചെയ്തിരിക്കുന്ന ഒരുപാട് വലിയൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, വലിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സിൽവിയ ഈസ് അവർ ഹംബിൾ ഹീറോ ആൻഡ് അവർ മെയിൻ ഗേൾ ത്രൂ ആൻഡ് ത്രൂ. അപ്പോൾ ഈ കഥയിലെ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കുലീനത നിറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് സിൽവിയ. ഹർ ചലഞ്ച് ഈസ് ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ വേൾഡ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് മാൻ. അപ്പോൾ അവളുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകൃതിയെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഈവൻ ഇഫ് ഷീ ഡസൻറ്റ് റിയലൈസ് ഇറ്റ് യെറ്റ്. പക്ഷെ അവൾ ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രം. ഹർ ഫൈനൽ ഡിസിഷൻ ടു പ്രൊട്ടക്ട് ദ വൈറ്റ് ഹെറോൺ സോളിഡിഫൈസ് ഹർ ആസ് എ സിമ്പത്തറ്റിക് ആൻഡ് റൈറ്റ് മൈൻഡഡ് പ്രൊട്ടഗോണിസ്റ്റ്. അപ്പോൾ അവളുടെ ഫൈനൽ ഡിസിഷൻ, അവൾ അവസാനം എടുക്കുന്ന ആ തീരുമാനം ഉണ്ടല്ലോ വൈറ്റ് ഹെറോനെ സംരക്ഷിക്കും എന്നുള്ളത്, അത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്താണ്? അവളുടെ ആ ഒരു സഹാനുഭൂതിയുള്ള മനസ്സ്, സിമ്പത്തറ്റിക് മൈൻഡ് ആൻഡ് റൈറ്റ് മൈൻഡഡ് പ്രൊട്ടഗോണിസ്റ്റ്. അവൾ ശരിയായ ദിശയിൽ ചിന്തിക്കുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റാണ്, മെയിൻ ക്യാരക്ടറാണ്. Sylvia is a 9-year-old girl with an extraordinary love for nature. While Sylvia feels out of place in the manufacturing town where she grows up with her parents and many siblings, she feels right at home in the countryside around her grandmother's farm. അപ്പോൾ അവളുടെ ലൈഫ് അവൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഒരു മാനുഫാക്ചറിങ് ടൗണിലാണ് അല്ലേ. ആ ഒരു ടൗൺ ഏരിയയിൽ അവൾക്ക് ഒരുപാട് സിബ്ലിങ്സിൻ്റെ കൂടെ, സിബ്ലിങ്സ് മീൻസ് കൂടെപ്പിറപ്പുകൾ അല്ലേ, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ കിട്ടാത്ത സന്തോഷമാണ് ഈ ഒരു കൺട്രി സൈഡിൽ അവൾക്ക് കിട്ടിയതെന്നാണ് പറയുന്നത്. അതാണ് അവളുടെ യഥാർത്ഥ വീട് എന്നൊരു ഫീലാണ് അവൾക്ക് കിട്ടിയത്. ഗ്രാൻഡ് മദേഴ്സ് ഫാമിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഷീ ഈസ് കംപ്ലീറ്റ്ലി അറ്റ് ഈസ് ഇൻ ദിസ് എൻവയോൺമെൻറ്റ് ആൻഡ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ ടൈം ഒബ്സർവിങ് എനിമൽസ്, ക്ലൈംബിങ് ട്രീസ് ആൻഡ് ജനറലി എൻജോയിങ് ദ സോളിറ്റ്യൂഡ് ഓഫ് നാച്ചർ. അപ്പോൾ ഒരു മൗഗ്ലിയുടെ സ്റ്റൈലൊക്കെ തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഒരുപാട് ഈസായിട്ട് തോന്നിയിരുന്നു. ആ ഒരു എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട്, അതുപോലെ എനിമൽസിനെ നിരീക്ഷിക്കുക, മരം കയറുക, അതുപോലെ പ്രകൃതിയിൽ സോളിറ്റ്യൂഡ് ഓഫ് നാച്ചർ, ഒറ്റപ്പെടുന്നതിലുള്ള സുഖം അല്ലേ, നല്ല സുഖമാണ്. പ്രത്യേകിച്ച് ആരോടും സംസാരിക്കാനില്ലാതെ ഇതൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ആ ഒരു സംഭവം അത് അവൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ദ നെയിം സിൽവിയ ലിറ്ററലി മീൻസ് സ്പിരിറ്റ് ഓഫ് ദി വുഡ്സ്. സ്പിരിറ്റ് ഓഫ് ദി വുഡ്സ് എന്നാണ് സിൽവിയ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. ആൻഡ് ദ ക്യാരക്ടർ റെപ്രസെൻറ്റ് ജസ്റ്റ് ദാറ്റ്. അപ്പോൾ ഈ ഒരു നെയിം സിൽവിയക്ക് വളരെയധികം ചേരുന്നൊരു പേര് തന്നെയാണ്, കാരണം ആ ഒരു സ്വഭാവം തന്നെയാണ് നമ്മൾ സിൽവിയക്കുള്ളത്. വെൻ സിൽവിയ വാണ്ടേഴ്സ് ദ വുഡ് ഷീ ഇമാജിൻസ് വാട്ട് ദ എനിമൽസ് ആർ സേയിങ് ആൻഡ് ഷീ ഫീൽസ് അറ്റ് ഹോം ബ്ലെൻഡിങ് ഇൻ ടു ദെയർ റുട്ടീൻ. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ, വാണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലേ, ആ ഒരു ടൈമിൽ അവൾ എപ്പോഴും സ്വപ്നം കാണണ്ടാവും അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യേണ്ടാവാം എന്താണ് ആ എനിമൽ സംസാരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോൾ അവൾക്ക് തോന്നുന്നത് അവളുടെ ദിനചര്യകൾ ചെയ്യുന്നത് പോലെയാണ്. അത് അവളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു മിക്സപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഷീ യൂഷ്വലി വാക്സ് ദ ഫോറസ്റ്റ് ഇൻ ബാർ ഫുട്ട്. അവൾ സാധാരണഗതിയിൽ ഫോറസ്റ്റിൽ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്, പ്രകൃതിയെ തൊട്ടറിഞ്ഞിട്ട്. ആൻഡ് ഷീ ഹാസ് സച്ച് ആൻ ഇൻറ്റിമേറ്റ് കണക്ഷൻ വിത്ത് ബേർഡ്സ്. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ഷീ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അതുപോലെ ബേർഡ്സിനായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് തോന്നും അവൾ ആ ബേർഡ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന്, സംസാരിക്കുകയാണെന്നൊക്കെ തോന്നും. ഹർ ഇൻട്രാക്ഷൻ വിത്ത് ദ ഹെറോൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ സ്പിരിച്വൽ ടേംസ് ദാറ്റ് ഷോസ്
ജസ്റ്റ് ഹൗ മച്ച് ഷീ റിവേഴ്സ് ദ നാച്ചുറൽ വേൾഡ്. അവളുടെ ആ ഹെറോണായിട്ടുള്ള ആ ഒരു ബന്ധം, കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ആത്മീയതയാണ്. ആ ഒരു ആത്മീയ തലമാണ് കാണിക്കുന്നത്. അത് എത്രത്തോളം അവൾ പ്രകൃതിയെ വണങ്ങുന്നുണ്ട് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നാച്ചുറൽ വേൾഡിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ദി ഹണ്ടേഴ്സ് അപ്പിയറൻസ് ഇൻ ദ വുഡ്സ് ഇസ് എ ചലഞ്ച് ടു സിൽവിയാസ് കണ്ടൻമെൻറ്റ് വിത്ത് ഹർ ലൈഫ് ഇൻ നാച്ചോ ബിക്കോസ് ഹി represent the human companionship she forgoes but still desires. അപ്പോൾ ഇതിലത്തെ ഹണ്ടറിൻ്റെ വരവ് അത് സിൽവിയയ്ക്ക് ഒരു ചലഞ്ചായിരുന്നു, അവളുടെ സന്തോഷത്തിനൊരു ചലഞ്ചായിരുന്നു. അവൾക്ക് പ്രകൃതിയോടുള്ള ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഒരു മനുഷ്യർക്ക് ഒരു കൂട്ട് എന്നൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ, ഒരു കമ്പാനിയൻഷിപ്പ് വേണമെന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ആഗ്രഹം ഏതൊരു പെൺകുട്ടിയുടെ മെച്ചുറായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷത്തിനൊരു ചലഞ്ചായിട്ടാണ് ഹണ്ടറിൻ്റെ വരവ് വരുന്നത്. സിൽവിയ struggles with the moral contrary of whether to choose companionship over preserving nature. അപ്പോൾ തീർച്ചയായിട്ടും അവളുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു സ്ട്രഗിൾ ഉണ്ടാവും അല്ലേ. ഒരു കോൺട്രറി മീൻസ് ഒരു വിഷമസന്ധി എന്നൊക്കെ പറയില്ല, ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഒരു വിഷമം. ഓഫ് വെദർ ടു ചൂസ് കമ്പാനിയൻഷിപ്പ് ഓവർ പ്രിസർവിങ് നാച്ചർ. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണോ അതോ ഇയാളുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ ഇയാളോടുള്ള ആ ഒരു അഫെക്ഷൻ, ഒരു കമ്പാനിയൻഷിപ്പ് അത് ചൂസ് ചെയ്യണോ എന്നുള്ള ഒരു സംശയം ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഷീ ഡിസൈഡ്സ് ടു പ്രൊട്ടക്ട് ദ ഹെറോൺ ബട്ട് ഷീ സ്റ്റിൽ ഫീൽസ് ലിംഗറിങ് റിഗ്രറ്റ് ഓവർ വാട്ട് കുഡ് ഹാവ് ബീൻ. അവൾ അവസാനം അൾട്ടിമേറ്റായിട്ട് പ്രകൃതിയെ അല്ലെങ്കിൽ വൈറ്റ് ഹെറോണിനെ സംരക്ഷിക്കുക എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ലിംഗറിങ് മീൻസ് തങ്ങി നിൽക്കുന്ന ഒരു കുറ്റബോധം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദി പ്രൈമറി കോൺഫ്ലിക്റ്റ് സിൽവിയ ഫേസസ് ഇസ് വെദർ ടു ടെൽ ദ ഹണ്ടർ വാട്ട് ഷീ നോസ് അബൌട്ട് ദ ഹെറോൺ. അവസാനം അവൾ ചിന്തിക്കണം, ഏറ്റവും ആദ്യം അവൾക്ക് ഒരു ചിന്ത വരുന്നത്, അവൾക്ക് ആ ഒരു ബേർഡിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രൈമറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഏറ്റവും ആദ്യം അവൾക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് വന്നത് എന്തായാലും വൈറ്റ് ഹെറോണിനെ കുറിച്ചിട്ട് ഹണ്ടറിനോട് പറയാമെന്നാണ്. ദർ ഈസ് ട്രമൻഡിയസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ ഓൺ സിൽവിയ ടു ഗീവ് അവേ ദ ബേർഡ്സ് ലൊക്കേഷൻ. ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ബേർഡിനെ ലൊക്കേഷൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, പറഞ്ഞു കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ ഇടയിൽ ഒരുപാട് സംഘർഷണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. സിൽവിയ ബിഗിൻസ് ടു ഡെവലപ്പ് എ ക്രഷ് ഓൺ ദ ഹണ്ടർ. She decides to take him up on his offer and runs to a distant tall oak tree that she can climb and see the heron. അപ്പോൾ ആദ്യം അവൾ ചിന്തിക്കുന്നത് ഈ ഒരു ഹണ്ടറിനോടുള്ള പ്രണയത്തെക്കുറിച്ചിട്ട്, അയാളോട് ഒരു ക്രഷ് അവൾക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവൾ എന്ത് തീരുമാനിക്കുകയാണ്, അയാളെയും കൊണ്ടുപോയിട്ട് ഓക്ക് ട്രീയുടെ മേലൊക്കെ കയറി അവൾക്കത് ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഹെറോനെ അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഷീ ക്ലൈംസ് അപ് ടു ദ ടിപ്പി ടോപ്പ് വേർ ഷീ സീസ് ദ വൈറ്റ് ഹെറോൺ ആൻഡ് ഈസ് ഓവർവെൽംഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ഹർ സറൗണ്ടിങ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൾ ആ ഒരു മൊമെൻറ്റിൽ അവിടെ കയറി എത്തിപ്പെടുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ ചുറ്റുപാടിനോട് അവൾക്ക് വല്ലാത്തൊരു അഭിനിവേശം തോന്നുകയാണ്. ദ എക്സ്പീരിയൻസ് ഓഫ് സിൽവിയ വിത്ത് ദ ഹെറോൺ പ്രൊവൈഡ്സ് ഹർ സ്ട്രെങ്ത് ടു സ്റ്റേ ലോയൽ ആൻഡ് ട്രൂ ടുവേർഡ്സ് നാച്ചർ. ആ ഒരു മൊമെൻറ്റിൽ മാത്രം അവൾ ചിന്തിക്കുകയാണ്, ഹെറോണിനെ കണ്ടപ്പോൾ അവൾക്ക് അവളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയാണ്. അപ്പോൾ അവൾ ആ നാച്ചറിനോട് നീതി കാണിക്കാൻ തീരുമാനിക്കുകയാണ്. ഫൈനലി ഷീ ലവ്സ് ബേർഡ്സ് ആൻഡ് നാച്ചോ മോർ ദാൻ ദ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഈ ഒരു മനുഷ്യനേക്കാളും അവൾ ആ പ്രകൃതിയെയും ബേർഡ്സിനൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവൾക്ക് കിട്ടാൻ. ദി റിസൾട്ട് ഷോസ് സിൽവിയ ഈസ് ടോട്ടലി ലിവിങ് ഹർ ലൈഫ് ഇൻ ഹാർമണി, മെയിൻറ്റെയിനിങ് symbiotic relationship with nature. In a White Heron, the clear discussion of Sylvia's character at the end of the story is that she is a nature-loving and independent young girl. She values the natural world and the solitude it provides her and is willing to make sacrifices to protect it. അപ്പോൾ അവസാനത്തിൽ അവൾ എന്താണെന്നുള്ളത് അവൾ തിരിച്ചറിയാണ്. അവൾക്ക് മനസ്സിലാവുകയാണ് അവൾക്ക് ആ പ്രകൃതിയോടാണ് എല്ലാത്തിനേക്കാളും ഇഷ്ടം. അവളൊരു ഇൻഡിപെൻഡൻറ്റ് ഗേൾ ആണെന്ന് മനസ്സിലാക്കുകയാണ്. അയാൾ ഓഫർ ചെയ്യുന്നുണ്ടല്ലേ $10, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവൾ ആ നാച്ചുറൽ വേൾഡിനെ
സംരക്ഷിക്കാനായിട്ട് പലതും ത്യജിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇതൊരു ലെങ്തി ആൻസർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്സേക്ക് വേണമെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി പൈൻ ട്രീ. അപ്പോൾ ഇതിലൊരു പൈൻ ട്രീനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലേ, അതിൻ്റെ ആ ഒരു പ്രസക്തി പറയാനാണ് പറയുന്നത്. Answer, the pine tree symbolizes transition. There are different ways of discussing that transition depending on the lens through which the reader scholar views the story. അപ്പോൾ ഇതൊരു ചിത്രകഥ പോലെയാണ് ഞാൻ തന്നെ ചിത്രീകരിച്ചിട്ട് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാനുള്ള സെഗ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പൈൻ ട്രീ തന്നെ എന്തിന് പ്രതീകമായിട്ടാണ് വരുന്നത്? ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം. അപ്പോൾ ഇത് ഒരു സാധാ റീഡറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കോളറിൻ്റെ, ഒരു ജ്ഞാനിയുടെ വ്യൂസിലൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ മെനി ക്ലൈംബിംഗ് ദ ട്രീ സിംബലൈസസ് സിൽവിയാസ് കമ്മിങ് ഓഫ് ഏജ്, പർട്ടിക്കുലർലി ഹർ സെക്ഷൽ ഓർ റൊമാൻറ്റിക് മെച്ചുറേഷൻ. അപ്പോൾ ഈ പൈൻ ട്രീയും അവൾ കയറുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രീ എന്തിൻ്റെ പ്രതീകമാണ്? അവളുടെ കമ്മിങ് ഓഫ് ഏജ്, അവൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ആ ഒരു സെക്ഷൽ ഡിസയറൊക്കെ അറിയുന്നൊരു പ്രായമുണ്ട് അല്ലേ, ഒരു മെച്ചുറേഷൻ, ആ ഒരു ടൈമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നാണ് ആ ഒരു ക്ലൈംബിംഗ് ട്രീയിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. ഷി മൗണ്ട്സ് ദ ട്രീ വിത്ത് ടിംഗ്ലിംഗ് ഈഗർ ബ്ലഡ് കേഴ്സിംഗ് ദ channel of her wall frame, but the journey is harder and more painful than she anticipated. നമ്മൾ പെൺകുട്ടികൾ മെച്ചുറേഷൻ എത്തുക അഥവാ മെൻസ്ട്രൽ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിക്കുന്നേക്കാളും ഹാർഡറും അതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പീരീഡാണ് അല്ലേ. ബ്ലഡ് കേഴ്സിംഗ് ആണ്, അതുപോലെ ടിംഗ്ലിങ്, നൊന്ത് വിറക്കുന്ന ഒരു ടൈം അല്ലേ. അപ്പോൾ ഒരു പൈൻ ട്രീമൊക്കെ കൊത്തിപ്പിടിച്ച് കയറുക എന്ന് പറയുമ്പോഴും ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും. ഫാലിക്കലി ദ ട്രീ സീംസ് ടു ലെങ്തൻ ഇറ്റ് സെൽഫ് ഔട്ട് ആസ് ഷീ ക്ലൈംസ് ആൻഡ് ആസ് ഷീ റീച്ചസ് ദ ടോപ്പ് ഷീ സ്റ്റാൻഡ്സ് ട്രംബ്ലിംഗ് ആൻഡ് ടൈഡ് ബട്ട് ഹോളി. ട്രംപിയൻറ്റ്, അതായത് ഒരു ഫോൾസ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഉത്ബോധനത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫാലിക്കലി ദ ട്രീ സീംസ് ടു ലെങ്തൻ ഇറ്റ് സെൽഫ് ഔട്ട് ആൻഡ് ഷീ ക്ലൈംസ് ആൻഡ് ആസ് ഷീ റീച്ചസ് ദ ടോപ്പ് ഷീ സ്റ്റാൻഡ്സ് ട്രംബ്ലിംഗ് ആൻഡ് ട്രൈഡ് ബട്ട് വോളി ട്രംഫൻറ്റ്. അതായത് അവൾക്ക് അത്യാഹ്ലാദം തോന്നുന്നുണ്ട് ആ ഒരു ട്രീ ക്ലൈംബ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയപ്പോൾ. Sylvia gives a long sigh and suddenly sees the world differently from a giddy height. ആ ഒരു മൊമെൻറ്റിൽ അവൾ ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ താഴോട്ട് നോക്കിയപ്പോൾ ആ ഒരു അത്രയും ഉയർന്ന ഗിഡി ഹൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത്രയും ഉയർന്ന ആ ഒരു ട്രീയുടെ ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് അവൾക്ക് അവളുടേതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ വരുന്നത്. ദിസ് സെക്ഷൽ ഓർ റൊമാൻറ്റിക് മെച്ചുറേഷൻ പെയർസ് വിത്ത് ദ അവോക്കൻറ്റ് അട്രാക്ഷൻ ഷീ ഫീൽസ് ഫോർ ദ സ്ട്രേഞ്ചർ, ദ ഡ്രീം ഓഫ് ലവ് പൾസിങ് ഇൻ ഹർ വുമൺ ഹാർട്ട്. ഈ ഒരു സ്ട്രേഞ്ചറിനോട് തോന്നിയിട്ടുള്ള അവളുടെ ഒരു അഭിനിവേശം അല്ലേ, ആ ഒരു ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയാം. അതെന്താണ്? അത് ഒരു സ്നേഹത്തോടുള്ള ഡ്രീമാണ്. പൾസിങ് ഇൻ ഹർ വുമൺ ഹാർട്ട്, അത് അവളുടെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Interestingly, when faced with her romantic maturation, Sylvia rejects this coming of age. ആ ഒരു റൊമാൻറ്റിക് മെച്ചുറേഷനിൽ എത്തിയ സമയത്ത് അവൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായി കാണുകയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ഈ മെച്ചുറേഷൻ്റെ ആ പ്രായത്തിൻ്റെ തുടിപ്പ് അല്ലേ, പ്രായത്തിൻ്റെ ആ ഒരു കമ്മിങ് ഓഫ് ഏജിനെ അവൾ റിജക്റ്റ് ചെയ്യാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. ഷീ ക്ലൈംസ് ഡൗൺ ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺസ് ടു ഹർ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. അപ്പോൾ ഈ ഒരു പ്രോൺ ഫിലിമൊക്കെ കാണാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു കഥയത്തെ ഈ ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഒരു കുട്ടിയുടെ നിഷ്കളങ്ക ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മിങ് ഡൗൺ എന്നുള്ളത് എന്താണ്? ആ ഒരു ഇന്നസെൻസ്, ഒരു ചൈൽഡിൻ്റെ ഇന്നസെൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഫോർ അതേഴ്സ് ദ പൈൻ ട്രീസ് സിംബലൈസ് ദ ട്രാൻസിഷൻ ഫ്രം സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ടു എ പേഴ്സണൽ ഫ്രീഡം. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൈൻ ട്രീ എന്തിനാണ് പ്രതീകമായിട്ട് വരുന്നത്? ഒരു ട്രാൻസിഷൻ തന്നെയാണ്. ആ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്നുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം.
സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യണത് സ്വീകരിക്കാതെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം. On the ground, Sylvia is expected to follow social norms to hunt the white heron, to covet money, to embrace those dreams of love and partner with the stranger, both in the hunt and perhaps even romantically. നോർമലായിട്ട് സമൂഹം ആഗ്രഹിക്കുന്നത് എന്താണ്? ഇച്ചിരി പഞ്ചാരയുടെയാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? അയാളുടെ മനസ്സ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സോഷ്യൽ നോംസ്, സൊസൈറ്റി വെച്ച് നീട്ടുന്ന ആ ഒരു നിയമാവലി അത് ഭേദിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്? അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇൻ ദ ട്രീ ബോസ് however Sylvia feels completely free and at peace. അപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളിൽ അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം, സമാധാനം ഫീൽ ചെയ്യാണ്. From that height her view is described as dazzling, glorious and awesome. ആ ഒരു മൊമെൻറ്റിലാണ് കാഴ്ചകൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് വളരെയധികം ഗ്ലോറിയസ് ആയിട്ട് ഏറ്റവും കണ്ണും ചിമ്മിക്കുന്ന കാഴ്ചയായിട്ട് തോന്നിയത്. ഈവൻ ദ ട്രീ ഇറ്റ് സെൽഫ് സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് എക്സ്പെക്റ്റേഷൻ. ആ ട്രീ തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടാണ് നിൽക്കുന്നത്. ഓൾ ദ അതേഴ്സ് ഹാവ് ബീൻ ചോപ്ഡ് ഡൗൺ ബൈ വുഡ് കട്ടേഴ്സ്, ബട്ട് ദിസ് സിംഗിൾ ട്രീ സ്റ്റാൻഡ്സ് ഹൈ അബോവ് ദ ട്രീസ്, ദ ലാസ്റ്റ് ഓഫ് ഇറ്റ്സ് ജനറേഷൻ. അപ്പോൾ ആ ഒരു കാട്ടിൽ തന്നെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ട്രീകളും വുഡ് കട്ടേഴ്സ് ചോപ്പ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രീ മാത്രം തല ഉയർത്തി അങ്ങനെ നിൽക്കുകയാണ്. അത് അതിൻ്റെ ജനറേഷനിൽ അവസാനത്തെ ട്രീ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ദിസ് സിംബലൈസ് ദ ലോസ്റ്റ് connection to nature as well as the idea of being an outsider, which Sylvia struggles with throughout the story. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടി ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷനാണ് അല്ലേ? നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകം പറയും അയാൾക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ ആ ഒരു ഭ്രാന്തമായ സിറ്റുവേഷനാണ് ഇവിടെ സിൽവിയ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സൊസൈറ്റി ആഗ്രഹിക്കാത്ത തരത്തിൽ ജീവിക്കാനാണ് അവൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹൗ ഡസ് നേച്ചർ സെർവ് ആസ് എ സെറ്റിംഗ് ഫോർ ദ സ്റ്റോറി? അപ്പോൾ പ്രകൃതി എങ്ങനെയാണ് ഈ ഒരു കഥക്ക് ചിത്രീകരിക്കാനുള്ള ഒരു വേദി ആവുന്നതെന്നാണ് ചോദ്യം. ആൻസർ: A white heron is set in rural Maine in the 19th century. The setting is extremely important to the story. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ന്യൂ ഇംഗ്ലണ്ട് അറ്റ് ദ ടൈം ദാറ്റ് Jewett was writing was just starting to become a site of rapid industrialization. ഇപ്പോൾ ജിവറ്റ് ഈ ഒരു കഥ എഴുതുമ്പോൾ അവളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് എഴുതുന്നത്. അവൾ ആ ന്യൂ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു റാപ്പിഡ് ഗ്രോത്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. The hunter represent the industrialization that threatens to conquer and to destroy nature in order to satisfy human greed, and Sylvia must reject him in order to truly value her natural environment. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണ്ടർ വന്നിട്ടുള്ളത്. ഹണ്ടർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് കാണിക്കുന്നത്? ഈ പ്രകൃതിക്ക് ഭീഷണിയായിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, ഹ്യൂമൻ ഗ്രീഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രകൃതിയെ നശിപ്പിക്കാൻ വന്ന ഒരു ഗ്രീഡി മാൻ്റെ റോളാണ് നമ്മൾ ഹണ്ടറിനുള്ളത്. സിൽവിയയുടെ റോളാണെങ്കിൽ ഈ ഒരു അത്യാർത്ഥിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അവൾക്ക് അറിയാം എന്താണ് നാച്ചുറലിൻ്റെ ട്രൂ വാല്യൂ എന്ന്. നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് സിൽവിയ. ദിസ് വണ്ടേഴ്സ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഈസ് ദ കീ ടു ദ സ്റ്റോറി സിൻസ് ഇറ്റ് ഈസ് ദ തിങ് ദാറ്റ് ദ ഹണ്ടർ വാണ്ട്സ് ടു ടേം ആൻഡ് സിൽവിയ വാണ്ട്സ് ടു പ്രൊട്ടക്റ്റ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും തൻ്റെ വരുതിയിലാക്കിയിട്ട് തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് മാറണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളായിട്ട് ഹണ്ടർ വരുന്നുണ്ട്. അതിനെതിർത്തായിട്ട് ഒരു ആൻറ്റഗോണിസ്റ്റായിട്ട് സിൽവിയ വരുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ആൻറ്റഗോണിസ്റ്റ് ഹണ്ടറാണ്, എന്നിരുന്നാലും ഹണ്ടറിന് ആൻറ്റഗോണിസ്റ്റായിട്ട് ആരാളുള്ളത്? സിൽവിയ. ദ മോസ്റ്റ് പ്രോമിനൻറ്റ് തീം ഈസ് കൺസർവേഷൻ ഫോർ ദ സ്റ്റോറി. സെൻട്രൽ കോൺഫ്ലിക്റ്റ് റിവോൾവ്സ് അറൗണ്ട് ദ വൈറ്റ് ഹെറോൺ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു തീമായിട്ട് വരുന്നത് കൺസർവേഷനാണ് അല്ലേ? പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് ഹെറോണായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഇതിൽ
കാണാൻ പറ്റുന്നത് ഈ സ്റ്റോറിയിൽ. ആസ് എ സിമ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് നാച്ചുറൽ വണ്ടേഴ്സ് ദ ഹെറോൺസ് ലൈഫ് ഈസ് ഇൻ സിൽവിയാസ് ഹാൻഡ്. അപ്പോൾ പ്രകൃതിയുടെ അത്ഭുതം എന്ന പോലെ ഈ ഒരു ഹെറോണിൻ്റെ ലൈഫ് സിൽവിയയുടെ കൈകളിലാണ് വരുന്നത്. ഷീ ക്യാൻ പ്രൊട്ടക്ട് ദ വൈൽഡ്നെസ് ഷീ അഡോർസ് ഓർ ഡിസ്ട്രോയ് എ പാർട്ട് ഓഫ് ഇറ്റ്. അവൾക്ക് രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വൈൽഡ്നെസ് ആസ്വദിക്കാനും അത് സംരക്ഷിക്കാനും പറ്റും. അതേപോലെ തന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും, നശിപ്പിച്ച് കളയാനും പറ്റും. ട്രഡീഷണലി എന്താ ആന്ത്രോപോസെൻട്രിസം അതായത് മനുഷ്യൻ്റെ ആ ഒരു നാച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സ് ആർ മോർ വാല്യൂഡ് ദാൻ നാച്ചർ ആൻഡ് എനിമൽ ബീയിങ്സ്. ആന്ത്രോപോസെൻട്രിസൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ലോകം. അവിടെ എങ്ങനെയാണ് മനുഷ്യനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തുതന്നെയാണ്? പ്രകൃതിയേക്കാൾ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനുഷ്യനാണ്. ദിസ് സിറ്റുവേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ സ്റ്റോറി. ഈ സിറ്റുവേഷൻ നമുക്ക് കഥയിൽ കാണാൻ പറ്റുന്നത് നമ്മൾ ബഷീറിൻ്റെ ഒരു കഥയുണ്ടല്ലോ, ഭൂമിയുടെ അവകാശികൾ. ആ ഒരു കഥയിൽ ബഷീർ പറയുന്ന ഡയലോഗുണ്ട്, എല്ലാവർക്കും ചെതൽപുറ്റിനായാലും എലിക്കായാലും പാറ്റക്കായാലും ഒക്കെ എന്തുണ്ട്? ഭൂമിയിൽ അവകാശമുണ്ട് എന്നുള്ളത്. ആ ഒരു ലെസനാണ് നമുക്കും തരുന്നത്. എ വൈറ്റ് ഹെറോൺ വെൻ ദ ഹണ്ടർ ഓഫേഴ്സ് മണി ടു സിൽവിയ ഫോർ ഹർ ടെമ്പററി ഹാപ്പിനെസ് ബട്ട് ഇൻ റിട്ടേൺ ഹി ഈസ് ഗോയിങ് ടു ടേക്ക് ലൈഫ് ഓഫ് ദി ഇന്നസെൻറ്റ് ബേർഡ് ഹെറോൺ. അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് കാണാം, വൈറ്റ് ഹെറോണിന് പിടിക്കാൻ വേണ്ടിയിട്ട് സിൽവിയക്ക് അയാൾ കാശ് ഓഫർ ചെയ്യുന്നുണ്ട്. പകരം ആ പാവം കിളിയുടെ ജീവൻ എന്നേക്കായിട്ട് കൊടുക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. നാച്ചർ ആസ് എ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ പ്രകൃതിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റോളുണ്ടല്ലേ, നമ്മുടെ മൂഡ്, അതുപോലെ നമ്മുടെ പരിസ്ഥിതിയൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? നാച്ചറാണ്. A white heron is set in the manhood where Jewett heroine Sylvia lives on her grandmother's farm. Through it is a beautiful place to live where girl longs for more space which she finds in the nature surrounding her. അപ്പോൾ ഈ ജുവറ്റിൻ്റെ കഥാപാത്രം ഹീറോയിനായിട്ടുള്ള സിൽവിയ എവിടെയാണ് താമസിക്കുന്നത്? ഗ്രാൻഡ് മദറിൻ്റെ ഫാമിലാണ്. അതാണ് ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഗേൾസിനൊക്കെ വളരാൻ ഒരുപാട് സ്പേസ് വേണമെന്നാണ് പറയുന്നത്. ആ സ്പേസ് എവിടെ കിട്ടുക? പ്രകൃതിയിൽ നിന്നാണ് കിട്ടുക, കാട്ടിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് അവൾക്ക് അവളുടേതായിട്ടുള്ള സ്പേസ് കിട്ടണമെന്നുണ്ടാണ് പറയുന്നത്. 5th ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ സിംബോളിസം ഇൻ എ വൈറ്റ് ഹെറോൺ. അപ്പോൾ ഇതൊരു സിംബോളിസം നിറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണെന്ന് പറഞ്ഞിരുന്നത്, അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറയുന്നത്. ദ വൈറ്റ് ഹെറോൺ സിംബലൈസസ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് വണ്ടർ ഓഫ് നാച്ചർ which must be preserved against the destructive forces of industrialization and greed. വൈറ്റ് ഹെറോൺ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? പ്രതീകമായിട്ട് വരുന്നത് സ്വാതന്ത്ര്യത്തിനാണ്, ഇൻഡിപെൻഡൻസ് ആൻഡ് വണ്ടർ ഓഫ് നാച്ചർ, പ്രകൃതിയുടെ വണ്ടർഫുൾ തിങ്സ് അല്ലേ, വണ്ടർ ഓഫ് നാച്ചർ വിച്ച് മസ്റ്റ് ബി പ്രിസർവ്ഡ് അഗെയിൻസ്റ്റ് ദ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രീഡ്. മനുഷ്യൻ്റെ ആർത്തി, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ, ആ ഒരു ഡിസ്ട്രക്റ്റീവ് പവറിൽ നിന്നൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു സിമ്പിളാണ് ആദ്യമായിട്ട് വരുന്നത്. വെൻ സിൽവിയ സീസ് ദ ഹെറോൺസ് spectacular perspective on the world from the top of the tree, she makes a moral choice to refuse to help the hunter kill the bird. അപ്പോൾ ഏതൊരു ജീവിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ റോള് ഈ പ്രകൃതിയിലുണ്ട് അല്ലേ. അപ്പോൾ അത് റിയലൈസ് ചെയ്യുകയാണ്, ആ ഒരു മൊമെൻറ്റിലാണ് അവൾ ചിന്തിക്കുന്നത്. അവൾ എന്താണ് ചെയ്യാന്ന് തീരുമാനിക്കുന്നത്? ആ ഒരു ബേർഡിനെ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. In the story, the white heron author Sarah Orne Jett uses symbolism to convey a story of enlightenment by using the cow to symbolize material existence, the tree to symbolize the journey to enlightenment, and the white heron to symbolize spirituality and enlightenment. മറ്റേ ആൻസറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കൗ എന്തിനാണ് സിംബലൈസ് ചെയ്യണത്? മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ്. അതുപോലെ ട്രീ സിംബലൈസ് ചെയ്യുന്നത് എൻലൈറ്റ്മെൻറ്റ്, ഉത്ബോധനം. അതുപോലെ വൈറ്റ് ഹെറോൺ സിംബലൈസ് ചെയ്യുന്നത് എൻലൈറ്റ്മെൻറ്റ് മീൻസ് ജ്ഞാനോദയം, അതുപോലെ സ്പിരിച്വാലിറ്റി, ആത്മീയത. 6th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ എ വൈറ്റ് ഹെറോൺ.
ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറയുന്നത്. In A White Heron, the author Sarah Orne Jett incorporates figurative language and imagery in her text to let the reader feel a sense of adventure and wondering. അപ്പോൾ ഈ ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആ ഒരു ഇമാജിനേഷൻ വളരാൻ വേണ്ടിയിട്ടാണ്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികത, അതുപോലെ സാഹസികത ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്താണ് ഒരു വണ്ടറിങ് ആണ് അല്ലേ, എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻകോർപ്പറേറ്റ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കുക, ഫിഗറേറ്റീവ് എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷ. അത് മനുഷ്യൻ്റെ ഇമാജിനേഷൻ ഒന്നും കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. The effect of such language is that the reader feels as if experiencing the journey through Sylvia's eyes. അപ്പോൾ ഇത് ഒരു ചിത്രകഥ പോലെ ചിത്രീകരിക്കാൻ കാരണം തന്നെ എന്താണ്, ഇത് സിൽവിയയുടെ കണ്ണിലൂടെ ഈ ഒരു ജേർണി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. This is evident early on in the passage when the little girl started her path to the great pine tree. Her fascination felt as if the great wave of human interest which fluttered for the first time this dull little life should sweep away the satisfaction of an existence heart to heart with nature and the dumb life of the forest. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതിന് തെളിവായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ വഴികൾ, ആ ഗ്രേറ്റ് പൈൻ ട്രീ വരെയുള്ള വഴികൾ വളരെ രസത്തിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഫാസിനേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ താല്പര്യങ്ങളുടെ ഒരു വലിയ തിര തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും. The use of a metaphor shows how quickly she is taken back by the forest and sense of wonder. The great wave of human interest brought new life. ഇതിൽ മനുഷ്യൻ്റെ താല്പര്യങ്ങളുടെ ഒരു പുതിയ തീരം കാണിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യർക്ക് ഈ ഒരു മൊബൈൽ ഫോണും മറ്റ് സംഭവങ്ങളൊന്നും പോരാ, ഈ പ്രകൃതിയിൽ ഇറങ്ങി ചെന്നിട്ട് കാടിൽ നടക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സെന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ഭാഷ. വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് ഷോർട്ട് സ്റ്റോറി എ വൈറ്റ് ഹെറോൺ? In this short story, A White Heron, there are underlying themes of good versus evil. അത് നന്മയും തിന്മയുള്ള ആ യുദ്ധം, അതാണ് ഫസ്റ്റ് തീമായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇന്നസെൻസ് ആൻഡ് ടെംപ്റ്റേഷൻ, നിഷ്കളങ്കതയും അതുപോലെ പ്രായത്തിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഒരു ടെംപ്റ്റേഷൻ, എന്താ പറയുക, ആകർഷണീയത എന്നൊക്കെ പറയല്ലോ, ഒരു മെച്ചുറേഷനിലെത്തുമ്പോൾ ആ ഒരു ടെംപ്റ്റേഷൻ. കൺസർവേഷൻ വേഴ്സസ് ഗ്രേഡ്, പിന്നെ വരുന്ന തീം കൺസർവേഷൻ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതും, പിന്നെ ഗ്രേഡ്, മനുഷ്യൻ്റെ ആർത്തി. ഫ്രീഡം ഇൻ നാച്ചർ, അതുപോലെ മറ്റൊരു തീമാണ് വരുന്നത് പ്രകൃതിയിൽ കിട്ടുന്ന മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. ദ മെയിൻ ക്യാരക്ടർ സിൽവിയ റെപ്രസെൻറ്റ് ദ ഇന്നസെൻസ് ആൻഡ് ദ ഗുഡ് വിത്തിൻ ദ സ്റ്റോറി. അപ്പോൾ ഗുഡ് വേഴ്സസ് ഇവിൽ എന്നുള്ള ആ ഒരു തീമിന് സിൽവിയ റെപ്രസെൻറ്റ് ചെയ്ത് എന്താണ്, ഗുഡ് അതുപോലെ ഇന്നസെൻസ് എന്ന് പറയുന്ന ആ രണ്ട് ക്യാരക്ടറാണ് ഈ കഥയിൽ കാണിക്കുന്നത്. ദിസ് ഇസ് ഡ്യൂ ടു ഹർ യങ് ഏജ് ഓഫ് 9 years old ആൻഡ് ഹർ ഷൈ ഡിമോണർ അറൗണ്ട് ദ സ്ട്രേഞ്ചർ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾക്ക് വെറും 9 വയസ്സായിട്ടുണ്ടായിരുന്നു. അതുപോലെ അവളുടെ ആ ഒരു നാണം നിറഞ്ഞ പെരുമാറ്റ രീതി, ആ ഒരു സ്ട്രേഞ്ചറിനോടുള്ള നാണം നിറഞ്ഞിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതി. അപ്പോൾ 9 വയസ്സായ പെൺകുട്ടികളൊക്കെ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടാറുണ്ട് അല്ലേ. ആ ഒരു സംഭവത്തെ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു 9 വയസ്സെന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹർ ഷൈ ഡിമൈനർ അറൗണ്ട് ദ സ്ട്രേഞ്ചർ, അവൾക്ക് ആ ഒരു സമയത്ത് നാണം നിറഞ്ഞൊരു പെരുമാറ്റമായിരിക്കും ഒരു സ്ട്രേഞ്ചറോട്. അറ്റ് ദ ഹാർട്ട് ഓഫ് എ വൈറ്റ് ഹെറോൺ ലൈസ് the conflict between conserving nature and exploiting it for financial gain. അപ്പോൾ ഇതിൻ്റെ ഹൃദയഭാഗത്ത് വരുന്ന ആ ഒരു തീം എന്തുതന്നെയാണ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആർത്തി അല്ലേ, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട്, താൽക്കാലികമായിട്ട് കിട്ടുന്ന കാശിന് വേണ്ടിയിട്ട്. The stranger want to shoot, kill and stuff the elusive white heron for his personal collection and the offer Sylvia $10 to help him find it. Such a large sum of money seems ambiguous to young Sylvia at first, but she thinks no amount of thought.
could decide how many wished for treasure and the treasures $10 would buy. അപ്പോൾ ഏറ്റവും ആദ്യത്തിൽ അവൾക്ക് കാണിക്കുന്നത് എന്താണ്? ആ ഒരു എമൗണ്ട് $10. അത് അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എമൗണ്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് അവൾ ആംബിഗ്യസ് ആക്കുകയാണ്, ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ്, ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് ഈ $10 കൊണ്ട് എന്തൊക്കെ വാങ്ങിക്കൂട്ടാൻ പറ്റും, അതുകൊണ്ട് അവൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ദ റീഡർ ഓൾറെഡി നോസ് മിസ്സിസ് ടില്ലി സ്ട്രഗിൾസ് ഫിനാൻഷ്യലി. അപ്പോൾ ഈ കഥ വായിക്കുന്ന ആളുകൾക്കറിയാം മിസ്സിസ് ടില്ലി എന്ന് പറയുന്ന അവളുടെ ഗ്രാൻഡ് മദർ എത്രത്തോളം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. വെൻ ഹർ സൺ വാസ് ഹോം ഷീ നെവർ വാണ്ടഡ് ഫോർ പാട്രിച്ചസ് ഓർ ഗ്രേ സ്ക്യൂറൽസ്. അപ്പോൾ അവളുടെ മകൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ, അയാൾ നാട് വിട്ടിട്ട് ഒരുപാട് കാലമായി പോയിട്ടെന്ന് പറഞ്ഞല്ലേ, ആ ഒരു സമയത്ത് അവൾക്ക് ഒന്നിനും ഒരു മുട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ എ ഫെയിലിംഗ് ഔട്ട് വിത്ത് ഹിസ് ഫാദർ falling out with his father, she has only Sylvia to help with the household. അയാളുടെ അച്ഛൻ്റെ കൂടെ ഈ മകൻ പോയപ്പോൾ പിന്നെ സിൽവിയാണ് അവൾക്ക് ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നത്. മിസ്സിസ് ടില്ലി ആൻഡ് സിൽവിയ ആർ ക്ലിയർലി പുവർ ആൻഡ് ദ സ്ട്രേഞ്ചേഴ്സ് ഓഫർ കുഡ് മേക്ക് ദം റിച്ച് വിത്ത് മണി. അപ്പോൾ കഥയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സിൽവിയയുടെ ഗ്രാൻഡ് മദറും സിൽവിയ എന്താണ്, റിച്ച് അല്ല, പുവറാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാശ് കിട്ടിയാൽ അവർ റിച്ച് ആവും, അവരുടെ കയ്യിൽ കാശ് വരും. ടു ഏൺ ദ മണി ഹൗ എവർ സിൽവിയ മസ്റ്റ് റിവീൽ ദ ലൊക്കേഷൻ ഓഫ് എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഹെറോൺ വിച്ച് വിൽ ബി കിൽഡ് ആൻഡ് സ്റ്റഫഡ്. ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് സിൽവിയക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ആ വൈറ്റ് ഹെറോണിൻ്റെ പ്ലേസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇൻ ഷോർട്ട്, ഷീ മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടു ദ നീഡ്ലെസ് ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചർ ഫോർ ഹർ ഫിനാൻഷ്യൽ ഗെയിൻ. ഒരു കാര്യമില്ലാതെ പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്, ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ ആംബിഗ്യസ് എൻഡിങ് ഓഫ് ദിസ് സ്റ്റോറി. ആംബിഗ്യസ് എൻഡിങ് എന്ന് പറഞ്ഞാൽ, ആംബിഗ്യസ് എൻഡിങ് ഈസ് വൺ ദാറ്റ് ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻ, while an unresolved ending doesn't give the reader enough information to say what is going to happen next. ആംബിഗ്യസ് എൻഡിങ് ഒരു വിശകലനത്തിന് റീഡറിന് വഴി കാണിക്കുന്നുണ്ട്. എന്നാൽ അൺറിസോൾവ്ഡ് എൻഡിങ് ആണെങ്കിൽ എങ്ങനെയാണ് കഥ എൻഡ് ചെയ്യണമെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ള ഐഡിയ ആർക്കും കിട്ടുന്നില്ല. ആൻഡ് ആൻ ആംബിഗ്യസ് എൻഡിങ് മൈറ്റ് അലൗ ടു ഡിഫറെൻറ്റ് റീഡേഴ്സ് ടു കം ടു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ രണ്ട് തരത്തിലാവും ഈ കഥ അവസാനിക്കുന്നുണ്ടാവാം എന്ന് റീഡേഴ്സിന് ചിന്തിക്കാൻ പറ്റും. ആ ഒരു രീതിക്കാണ് ഈ കഥ എൻഡ് ചെയ്യണത്. The story portrays two very different ways of interacting with the natural world and proclaims that engaging and appreciating nature is more rewarding than conquering it. അപ്പോൾ ഈ ഒരു കഥയിൽ രണ്ട് രീതിക്കാണ് പ്രകൃതിയായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്നത് ആ നാച്ചുറൽ ബ്യൂട്ടിയും മറ്റൊക്കെ കണ്ടുകൊണ്ട് പ്രകൃതിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതും, അതാണ് മോർ റിവാർഡിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് വേണ്ടിയത് അല്ലെങ്കിൽ മനുഷ്യന് റിവാർഡായിട്ട് കൊണ്ടു നടക്കുന്നത് ആ ഒരു സ്വഭാവമാണ്, ദാൻ കോൺക്വറിങ് ഇറ്റ്, അതിന് കീഴ്പ്പെടുത്തിനേക്കാളും. At one point around the middle of the story, Sylvia points out that she can't understand why the hunter wants to kill the birds that he claims to love. ഒരു പ്രത്യേക നിമിഷത്തിൽ അവൾ ചിന്തിക്കുന്നുണ്ട്, അവൾക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ ഒരു ഹണ്ടർ ഈ പക്ഷിയെ കൊല്ലുന്നത്. സിൽവിയ ചൈൽഡ് ലൈക്ക് ലവ് ഓഫ് നാച്ചർ അലൗസ് ഹർ ടു ബി എ പാർട്ട് ഓഫ് ദി എൻവയോൺമെൻറ്റ് ഇൻ എ വേ ദാറ്റ് ദ ഹണ്ടർ കൻ നോട്ട് അപ്രീഷിയേറ്റ്. അവളൊരു കുട്ടിയാണ് അല്ലേ, അപ്പോൾ അവളുടെ ഉള്ളിൽ എന്താണ്, ഒരു കുട്ടിത്തം നിറഞ്ഞൊരു സ്നേഹമാണ് ആ പ്രകൃതിയോടുള്ളത്. അത് ഒരിക്കലും ആ ഹണ്ടർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ദ ഹണ്ടർ ഹൗവർ വാണ്ട്സ് ടു കോൺകർ നാച്ചർ ആൻഡ് പൊസസ് ഇറ്റ് ഫോർ himself. He arrives in the natural world not seeking to become a part of it, but to exploit it for his own selfish purpose without regard to the impact he has on the environment around him. അപ്പോൾ ഈ ഒരു കഥയിൽ ഹണ്ടറിൻ്റെ ഒരു വരവ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും ആ പ്രകൃതിയെ പ്രോത്സാഹിപ്പിക്കാനോ അതിന് ഗുണം ചെയ്യാനോ അല്ല ആ ഒരു നാട്ടിലേക്ക് വരുന്നത്. അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സെൽഫിഷ് പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു പ്രകൃതിയെ നശിപ്പിക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. The fact that Sylvia's adolescent romantic feeling are awakened by the hunter's charm suggests that part of being able to stay close to nature is retaining one's youthful innocence.
അപ്പോൾ ഫസ്റ്റിൽ നമുക്കറിയാം ഹണ്ടറിൻ്റെ ചാമിൽ ഹണ്ടറിൻ്റെ ആ ഒരു തിളക്കം മാറുന്ന മുഖം കണ്ടിട്ട് അവൾക്കൊരു അഡോളസൻസിൻ്റെ ഒരു മേഖലയിലേക്ക് പോകുന്നുണ്ട്, അവൾക്കൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ അവൾ ആ നിഷ്കളങ്കമായ ഒരു ഇതിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് യൂത്ത്ഫുൾ ഇന്നസെൻസിക്ക് തിരിച്ചു വരുമ്പോഴാണ് പ്രകൃതിയോട് സ്നേഹം വരികയുള്ളൂ. ദ ഹണ്ടർ ലാക്സ് സിൽവിയാസ് റെവറൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ നാച്ചർ. സിൽവിയാക്കുള്ള ആ ഒരു പ്രകൃതിയോടുള്ള ആ ഒരു താഴ്മ അത് ഹണ്ടറിനില്ല എന്നാണ് പറയുന്നത്. ഹി റെപ്രസെൻറ്റ്സ് ദ ഫോഴ്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ദാറ്റ് സീക്ക് ന്യൂ വേസ് ടു യൂസ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹണ്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയലൈസേഷനാണ്, ആധുനികവൽക്കരണം. ദാറ്റ് സീക്സ് ന്യൂ വേസ് ടു യൂസ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ പ്രോഫിറ്റ്. പ്രകൃതി തരുന്ന ഈ റിസോഴ്സസൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ആ ഒരു മനോഭാവം. ബൈ കോൺട്രാസ്റ്റ് സിൽവിയാസ് പ്ലഷർ അറ്റ് എക്സ്പ്ലോറിംഗ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ദ നാച്ചുറൽ വേൾഡ് റീഎൻഫോഴ്സസ് ഐഡിയ ദാറ്റ് ബീയിങ് ഇൻ നാച്ചർ ഈസ് ഇറ്റ്സ് ഓൺ റിവാർഡ്. ഇവളുടെ ആ ഒരു സിൽവിയയുടെ പ്രകൃതിയെ എക്സ്പ്ലോർ ചെയ്യാനുള്ള, അതുപോലെ പ്രകൃതിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സംഭവം തന്നെയാണ് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. ദ ഹണ്ടർ thinks he should be able to manipulate Sylvia because she is a country child, but instead she finds her power in becoming a part of nature. ഹണ്ടർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു നാട്ടുമ്പുറത്തെ പെൺകുട്ടിയല്ലേ, അവളെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാം, പറ്റിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ്, ചൂഷണം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ പകരം അവൾ എന്ത് ചെയ്യാണ്, അവളുടേതായിട്ടുള്ള ശക്തി കണ്ടെത്താണ്, അവൾ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് വരികയാണ്. പ്രകൃതിയും അത്യാവശ്യം ശക്തിയുള്ളൊരു കാര്യമാണല്ലോ അല്ലേ. അതുകൊണ്ടാണ് പ്രകൃതി സഹിക്കാൻ പറ്റുമ്പോൾ ഇടയ്ക്ക് പ്രളയമൊക്കെ ആയിട്ട് വരുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മുന്നും പറഞ്ഞിരുന്നു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് കഥയിൽ എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതാം. പിന്നെ അത് പോരാഞ്ഞിട്ട് അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് അനലൈസ് ദ റീജിയണലിസം ഓർ ലോക്കൽ കളർ ഇൻ ദ സ്റ്റോറി. ലോക്കൽ കളർ ഓർ റീജിയണൽ ലിറ്ററേച്ചർ ഈസ് ഫിക്ഷൻ ആൻഡ് പോയട്രി ദാറ്റ് ഫോക്കസസ് ഓൺ ദ ക്യാരക്ടേഴ്സ്, ഡയലക്ട്സ്, കസ്റ്റംസ്, ടോപ്പോഗ്രാഫി ആൻഡ് അതർ ഫീച്ചേഴ്സ് പെർട്ടിക്കുലർ ടു എ സ്പെസിഫിക് റീജിയൻ. ഏതെങ്കിലും ഒരു റീജിയനിലെ കളറും ഫിക്ഷനും എന്താണ് റീജിയണലിസം എന്ന് പറഞ്ഞാൽ ലോക്കൽ കളർ റീജിയണൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിക്ഷനാണ്, ഒരു സാങ്കല്പികമായിട്ടുള്ള കഥയാണ്, അല്ലെങ്കിൽ ഒരു പോയട്രിയാണ്. അതിലെന്താ വരിക, അതിൽ അതിലത്തെ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതിൽ ഭാഷ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കസ്റ്റംസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതുപോലെ പ്രദേശം ടോപ്പോഗ്രാഫിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബെസ്റ്റ് ഓഫ് ലക്ക്.